നമ്മുടെ കേരളത്തിൽ ഫേമസ് ആയൊരു ഹോണ്ടഡ് ബംഗ്ലാവ് തിരുവനന്തപുരത്തുണ്ട്. അവിടെ ഇപ്പോഴും 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ആത്മാവ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. രാത്രിയുടെ യാമങ്ങളിൽ പലരും ആ ബംഗ്ലാവിൽ ആ പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കാറുണ്ട് എന്ന് പറയുന്നു. ഇപ്പോഴും ദുരൂഹത പേറുന്ന ആ ബംഗ്ലാവിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അദൃശ്യകരങ്ങൾ. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 55 കിലോമീറ്ററോളം മാറിയാണ് ബോണക്കാട് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. അഗസ്ത്യാർകൂടത്തിലേക്കുള്ള സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ബോണക്കാട്. ഇവിടെ എത്തി വേണം അഗസ്ത്യാർകൂടത്തിലേക്കുള്ള ട്രെക്കിംഗ് ആരംഭിക്കുക. ബോണക്കാട് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഈ ബംഗ്ലാവ് കാണാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ എത്താറുണ്ട്. 1.5 നൂറ്റാണ്ട് മുൻപ് എത്തിയ വെള്ളക്കാർ ഈ പ്രദേശത്ത് തേയില കൃഷി തുടങ്ങി. 2500 ഏക്കർ സ്ഥലത്ത് കാട് വെട്ടിത്തെളിച്ച് അവർ തേയിലച്ചെടികൾ നട്ടു. നാട്ടുകാരായിരുന്നു തൊഴിലാളികൾ. അവർക്ക് താമസിക്കാനായി ലായങ്ങൾ പണിതു. വെള്ളക്കാരനായ എസ്റ്റേറ്റ് മാനേജർ കുടുംബസമേതം താമസിക്കാനായി 1951 പണിതതാണ് ഈ ബംഗ്ലാവ്. പിന്നീട് തൊഴിലാളി സമരത്തെ തുടർന്ന് തോട്ടവും തേയില ഫാക്ടറിയുമെല്ലാം പിൻകാലത്ത് അടച്ചുപൂട്ടേണ്ടി വന്നു. അതോടെ എസ്റ്റേറ്റും ലായങ്ങളുമെല്ലാം ഉപയോഗശൂന്യമായി. വെള്ളക്കാരനായ എസ്റ്റേറ്റ് മാനേജർ കുടുംബവുമൊത്ത് സന്തോഷപൂർവ്വം ജീവിതം നയിച്ചു വരവേ 13 വയസ്സുള്ള മകൾ മരണപ്പെട്ടു. ഈ മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടായിരുന്നു. ആരോ ആ കുട്ടിയെ കൊലപ്പെടുത്തിയതാണ് എന്ന് തുടങ്ങി പല കഥകളും ഇപ്പോഴും അവിടെ പറയുന്നുണ്ട്. കുട്ടിയുടെ മരണത്തിൽ തളർന്നുപോയ ബ്രിട്ടീഷ് കുടുംബം തിരികെ ലണ്ടനിലേക്ക് മടങ്ങി. ആർക്കും വേണ്ടാതെ ആ ബംഗ്ലാവ് അനാഥമായി മാറി. പിന്നീട് ആ ബംഗ്ലാവിന് ചുറ്റും ആകെ കാട് പിടിച്ച് അത് ഒരു പ്രേതാലയമായി മാറി. മരിച്ച പെൺകുട്ടിയുടെ ആത്മാവ് ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് ബോണക്കാട്ടെ തേയില തൊഴിലാളികളാണ് ആദ്യം പറഞ്ഞത്. പലർക്കും ഇതുമായി പല അനുഭവങ്ങളും പിന്നീടുണ്ടായി. ഈ പരിസരത്ത് കൂടി പോകുമ്പോൾ ഒരു പെൺകുട്ടിയുടെ നിലവിളി പലപ്പോഴും കേട്ടതായി തൊഴിലാളികൾ പറയുന്നു. രാത്രി കാലങ്ങളിൽ അതുവഴി പോകാൻ പലരും ഭയന്നു തുടങ്ങി. രാത്രിയിൽ ഈ കുട്ടിയുടെ ആത്മാവ് ബംഗ്ലാവിൻ്റെ മുറ്റത്ത് നടക്കുന്നത് പലരും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഒരിക്കൽ സമീപവാസിയായ ഒരു പെൺകുട്ടി വിറക് പെറുക്കാനായി ബംഗ്ലാവിന് സമീപമെത്തി. തിരികെ വീട്ടിലെത്തിയ പെൺകുട്ടി ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാൻ ആരംഭിച്ചു. പണ്ട് മരണപ്പെട്ട പെൺകുട്ടിയുടെ ആത്മാവ് ശരീരത്തിൽ പ്രവേശിച്ചതാണ് ഇതിന് കാരണമെന്ന് അവിടുത്തുകാർ വിശ്വസിക്കുന്നു. ഈ പെൺകുട്ടിക്ക് പ്രേതബാധ ഉണ്ടായി കുറച്ചു നാളുകൾക്ക് ശേഷം ആ പെൺകുട്ടി മരണപ്പെടുകയുണ്ടായി. ബംഗ്ലാവിലെ സത്യമറിയാൻ പലരും തനിച്ച് അവിടെ താമസിക്കാനും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ പിറ്റേന്ന് ബോധരഹിതരായി ഇവരെ തേയില തൊഴിലാളികൾ കണ്ടെത്തുകയായിരുന്നു. രാത്രിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും വ്യക്തമല്ല. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഇവയൊന്നും സത്യമല്ല, സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടാൻ വേണ്ടി അവരുണ്ടാക്കിയ കെട്ടുകഥകളാണ് ഇതെന്നും പലരും പറയുന്നു. എന്നിരുന്നാലും ഇതിനു പിന്നിലുള്ള സത്യമെന്ത് എന്ന് ആർക്കും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പാണൻ പഴമൊഴി പാടുന്നത് പോലെ ഇപ്പോഴും പല കഥകളും ഈ ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു കഥയുമായി വരുന്നത് വരെ ദിസ് ഈസ് സൈനിങ് ഓഫ് അദൃശ്യകരങ്ങൾ.